ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. എല്ലിൻ കഷ്ണം കിട്ടിയതുപോലെയാണ് മാധ്യമങ്ങൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കടിച്ചു പറിക്കുന്നത്. സത്യത്തിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുന്നേ മാധ്യമങ്ങളുടെ ഒരു കമ്മീഷൻ വയ്ക്കണം, എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതിലും കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന ഡ്രഗ്സ്, വയലൻസ്, സെക്സ് തുടങ്ങി കാര്യങ്ങളൊക്കെ ഒരാണധികാര കേന്ദ്രമായി പല മാധ്യമ സ്ഥാപനങ്ങളും മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സംവിധായകൻ ഒരു മാധ്യമത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ചാനലിൽ കിടന്ന് ഘോര പ്രസംഗിക്കുന്നത് കണ്ടു. ആ മാധ്യമ പ്രവർത്തക മറ്റൊരാളുടെ ജീവിതം തകർത്ത് പാക്കേജ് പോലെയാണ് പോകുന്നത് എന്നാണ്. സത്യത്തിൽ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്യാനുള്ള യോഗ്യതയുണ്ടോ? ധന്യ, മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലെ ഏത് മേഖലയിൽ നോക്കിയാലും, കേരളത്തിലെ ഒരു പുരുഷാധിപത്യ സമൂഹമാണ് കേരളത്തിലുള്ളതെന്ന് പറയാൻ പറ്റും. ഏത് മേഖലയിൽ നോക്കിയാലും അവിടെ സ്ത്രീകൾ പെർഫോം ചെയ്യുന്നത് ആരും അത് സഹിക്കുന്ന കാര്യമല്ല. അതിപ്പോ രാഷ്ട്രീയത്തിലായാലും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ എവിടെയെങ്കിലും പെർഫോം ചെയ്യുന്ന സ്ഥലത്ത് എത്തിയാൽ, അല്ലെങ്കിൽ അവർ കഴിവുള്ളവരാണെന്ന് കണ്ടാൽ അവരെ പല രീതിയിൽ താഴ്ത്തിക്കെട്ടാനും അവരെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കും. ആ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പല രീതിയിലാണ്. ഇപ്പൊ സിനിമയിലാണെങ്കിൽ ശരീരം കൊടുത്താൽ മാത്രമേ അവർക്ക് അഭിനയിക്കാൻ കഴിയൂ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത്രത്തോളം കടന്നു ചെന്നിരുന്നെങ്കിലും മാധ്യമപ്രവർത്തന മേഖലയിലൊക്കെ ഒന്നുകിൽ നമ്മൾ മിണ്ടാതിരിക്കണം, ഇല്ലെങ്കിൽ ഈ ഇവർ പറയുന്ന ഏതെങ്കിലും വിറ്റൊക്കെ കേട്ടൊന്ന് ചിരിച്ചൊന്ന് ഡിപ്ലോമാറ്റിക് ആയിട്ടെങ്കിലും ഒന്ന് ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കാൻ വിധിക്കപ്പെട്ടവരായി. മേഖലയിൽ ശരീരം കാഴ്ചവെക്കേണ്ട, അവിടെ അഭിമുഖവും എഴുത്തു പരീക്ഷയിലൂടെയാണ് നമ്മൾ ജോലിക്ക് കയറുന്നത്. അതുകൊണ്ട് നമുക്ക് ശരീരം കാഴ്ചവെക്കേണ്ടതിന്റെ ആവശ്യകതയില്ല. അത് ഒരു പരിധിവരെ ശരിയാണ്. എഴുത്തു പരീക്ഷയും അഭിമുഖവും ഒക്കെ ഉണ്ടെങ്കിലും ഈ അഭിമുഖം എഴുത്തു പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ സ്ഥാപനത്തിലേക്ക് ചെല്ലുമല്ലോ. സ്ഥാപനത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, സിനിമ പോലെ ശരീരം ആവശ്യപ്പെടുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ പോലും പലപ്പോഴും ഈ നമ്മളെ തഴയാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഒരു ബ്യൂറോയിൽ റിപ്പോർട്ടിങ്ങിന് പാഷനുള്ള ആളെ നേരെ ഡെസ്കിലേക്ക് വിടും. ഡെസ്കിൽ ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ഒരാളെ റിപ്പോർട്ടിങ്ങിലേക്ക് വിടും. ഇനി കാസർഗോഡ് നന്നായി അറിയുന്ന ഒരാളാണെങ്കിൽ കാസർഗോഡുകാരനെ തിരുവനന്തപുരത്ത് എത്തിക്കും. അതായത് പിന്നെ പൊളിറ്റിക്കൽ ബീറ്റ്, എത്ര സ്ത്രീകളാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യുന്നത്? കഴിവില്ലാത്ത സ്ത്രീകളായതുകൊണ്ടാണ്. ഇപ്പൊ നാഷണൽ മീഡിയ എടുത്തു നോക്കിയാൽ നാഷണൽ മീഡിയയിലെ അറിയപ്പെടുന്ന വനിതകളെല്ലാം തന്നെ പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന വനിതകളാണ്. കേരളത്തിൽ എത്ര സ്ത്രീകൾക്കാണ് പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വളരെ കുറച്ച് പേർക്ക് പൊളിറ്റിക്കൽ ബീറ്റ് കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുള്ളൂ. ഇനി അഥവാ അതിൽ തന്നെ ഞാൻ തന്നെ സാക്ഷിയായിട്ടുണ്ട്. ഞാൻ ബ്യൂറോയിൽ ഇരിക്കുമ്പോൾ കേരളത്തിലെ വളരെ പ്രശസ്തയായ ഒരു റൈറ്റ് പൊളിറ്റിക്സ് നോക്കുന്ന വളരെ പ്രശസ്തയായ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയെ വളരെ മോശമായി സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാൻ അത് ഏറ്റവും ജൂനിയറായി അവിടെ ആ സ്ഥാപനത്തിൽ ഏറ്റവും ജൂനിയറായി വന്നിട്ടുള്ള ഒരാൾ, അയാൾ ഇരുന്ന് ഈ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകർ നാഷണൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്ത ശേഷം വന്ന ഒരാളാണ്. അവരെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും ആ സമയത്ത് ഞാൻ കയറി ഇടപെട്ട് സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ബ്യൂറോയിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സാധാരണഗതി നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്റെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കൊണ്ടാണ് എന്റെ എന്ന് പറയുന്നത്. ആ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. അത്തരത്തിലുള്ള, അതായത് ഒരു സ്ത്രീയെ ഏതെങ്കിലും രീതിയിൽ ഉയർന്നു വന്നാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്താൻ ശ്രമിച്ചാൽ അവരെ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള ഗോസിപ്പുകളാണ്. അത് തന്നെയാണ് സിനിമാക്കാരുടെ ഇടയിലും ഉണ്ടാകുന്നത്. സിനിമ കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടുന്ന ഒരു മേഖലയാണ്, പത്രപ്രവർത്തനത്തെക്കാൾ ഉപരി. ഒരുപക്ഷെ പത്തിന് കിട്ടുന്നതിന്റെ ഇരട്ടി റെമ്യൂണറേഷനും അതുപോലെ തന്നെയൊക്കെ കിട്ടുന്നത് കൊണ്ടും അവിടെ കുറെ കൂടി പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ഒരുപക്ഷെ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ശരീരമടക്കം കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു രീതിയിലൊക്കെയാണ് ശരീരം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആരോടെങ്കിലും ഒക്കെ ബന്ധം വെക്കുകയോ അല്ലെ അങ്ങനെ പോകുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ വലിയ രീതിയിലേക്ക് ആ ആക്രമണം, സ്ത്രീകളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ഈ പറയപ്പെടുന്ന ഗോസിപ്പ്, അതുപോലെ തന്നെ സ്ത്രീകളെ തഴയുന്ന രീതി, ഇപ്പോ ബ്യൂറോയിലുള്ള ഒരാളെ ഡെസ്കിലേക്ക് ഇടുക, ഡെസ്കിലുള്ള ആളെ ബ്യൂറോയിലേക്ക് മാറ്റുക, അതുപോലെ തന്നെ ഈ ഗോസിപ്പ് നിരന്തരമായി തകർക്കാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഗോസിപ്പാണ്. പ്രത്യേകിച്ച് പുരുഷനുമായി ബന്ധപ്പെട്ട ഒരു 5-6 ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ സ്ത്രീ മോശക്കാരിയാണെന്നോ സ്ഥാപിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. എല്ലാ സ്ത്രീകളെ പറ്റി എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റി നല്ലത് പറയുന്ന മാധ്യമ പ്രവർത്തകരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ
ഒരു 10% നൂറിൽ നോക്കിയാൽ 10% പുരുഷന്മാരായിരിക്കും അത്തരത്തിൽ സ്ത്രീകളെ കൂടെ ചേർത്ത് നിർത്താനും അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ അവരെ അത് അംഗീകരിക്കാനും ഒക്കെ ഈ രംഗങ്ങളിൽ, അതായത് മാധ്യമപ്രവർത്തനം അടക്കമുള്ള രംഗങ്ങളിൽ, സിനിമ അടക്കമുള്ളിടത്ത് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സിനിമയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം, അവിടെ കുറച്ച് സ്ത്രീകൾ അവരുടെ തൊഴിൽ കളഞ്ഞിട്ടാണെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തനത്തിൽ അത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് അല്ലാത്തൊരു സൊസൈറ്റിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവനവന് ജോലി സേഫ് ആണെങ്കിൽ മറ്റൊരാളുടെ കാര്യം നോക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്ന അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, ഓർഗനൈസ്ഡ് സൊസൈറ്റി അല്ല. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ ആകെ ഒരു ഓർഗനൈസ്ഡ് രൂപമുള്ളത് ഒരു മാധ്യമ സംഘടനയുടെ രൂപത്തിൽ മാത്രമാണ്. അവിടെ മാധ്യമ സംഘടനയുടെ രൂപത്തിൽ അവിടെ കുറച്ച് ഇടതുപക്ഷക്കാരാണ് കൂടുതലും ഉള്ളതെങ്കിലും മറ്റുള്ളവരെ കൂടി ഇപ്പോ നമുക്കറിയാം ജന്മഭൂമി ജനം പോലുള്ള അവിടുത്തെ ഉള്ളവരെയൊക്കെ ഇവർക്ക് ചേർത്ത് നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും നിർത്തേണ്ടി വരുമ്പോഴും ആരെങ്കിലും എതിർശബ്ദം ഉയർത്തിയാൽ അവരെ പുറത്താക്കും. എതിർശബ്ദം ഉയർത്താതെ അവരോടൊപ്പം അങ്ങ് ഈ അമാൽഗമേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയും. അല്ലാത്തവരെ സംബന്ധിച്ച് എന്തെങ്കിലും കൃത്യമായ അഭിപ്രായം പറയുകയോ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടുകയോ ചെയ്താൽ അവർക്ക് അവിടെ നിൽക്കാനും കഴിയില്ല. ആ സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എനിക്ക് തന്നെ കേസ് കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പത്രപ്രവർത്തക യൂണിയനിൽ വെച്ച് എന്നെ കുറിച്ച്, അതായത് ഞാൻ ജയിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് എന്നെ കുറിച്ച് അപവാദം പറഞ്ഞാൽ, ജയിച്ചതിന് കാരണം മറ്റൊരു സംസ്ഥാന സെക്രട്ടറി എനിക്ക് വോട്ട് പിടിച്ചു തന്നാണെന്ന് പറഞ്ഞ് അപവാദം പറഞ്ഞ് വരുത്താൻ സംസ്ഥാന കമ്മിറ്റിക്ക് അകത്ത് വെച്ച് ശ്രമിച്ചതിന്റെ പേരിൽ പോലും കേസ് കൊടുക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. കാരണം മൂന്ന് കമ്മിറ്റിയിൽ തുടർച്ചയായി സംസ്ഥാന സെക്രട്ടറി എന്നെ കുറിച്ച് ആരോപണം ഉന്നയിക്കുകയും, ആദ്യത്തെ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ കമ്മിറ്റിയിൽ വളരെ കൃത്യമായി ഞാൻ എണീറ്റ് നിന്ന് എതിർത്തു, മൂന്നാമത്തെ കമ്മിറ്റിയിൽ ഒരു നിവൃത്തിയുമില്ല വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ബഹളം വെച്ച് ഇറങ്ങിപ്പോരുകയും അതിനുശേഷം പോലീസിന്റെ സഹായം തേടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് അപ്പോഴും സംഘടന നൽകിയത് ഞാൻ പറഞ്ഞത് വ്യാജമാണ് എന്നാണ്. അവിടെ എല്ലാവരും കേട്ടുകൊണ്ടിരുന്ന ഒരു സംഭവം, മുഴുവൻ പേരും കേട്ടുകൊണ്ടിരുന്ന സംഭവത്തിൽ എന്റെ കൂടെ നിൽക്കാൻ പോലും വന്ന ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ വളരെ കുറച്ച് ആൾക്കാർ, ഒരു 5-6 പേരുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്കറിയാലോ സർക്കാർ ഏതാണെന്ന് അറിയാലോ. അതുകൊണ്ട് തന്നെ ഇയാൾ പഴയ SFIയുടെ ചെയർമാൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ 3-3.5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നിങ്ങളുടെ സാക്ഷി ആരാണെന്ന് ചോദിച്ചുകൊണ്ട് എന്നോട് ആരാണെന്ന് ചോദിക്കുന്നത്. ഇവർക്ക് എഴുതിത്തള്ളാൻ പറ്റാത്ത കാര്യം ഞാൻ കോടതിയിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് കേസ് പെട്ടെന്ന് എഴുതിത്തള്ളാൻ കഴിയില്ല. അത് മാത്രമല്ല ഞാനിങ്ങനെ ബോൾഡായി ഈ വിഷയത്തിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ അങ്ങനെ പെട്ടെന്ന് ഒരു രീതിയിലും വാക്കുമാറ്റിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കോംപ്രമൈസ് ചെയ്യിക്കാനോ പറ്റില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് മാത്രം ആ കേസ് അങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ മാധ്യമപ്രവർത്തന രംഗത്തും ഒക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യമടക്കമുള്ള കാര്യങ്ങളുടെ പ്രസക്തി ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ ഏതെങ്കിലും മാതാപിതാക്കളിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ പോലും ഈ വണ്ടി പിടിച്ചൊക്കെ ഇപ്പൊ കോഴഞ്ചേരിയിലോ അല്ലെങ്കിൽ വേറെ ദൂരസ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് വണ്ടി പോകും ആൾക്കാർ. ആ ദിവസം അങ്ങനെ മദ്യത്തിനുള്ള അലവൻസ് വരെ എഴുതിയെടുക്കാറുണ്ട്. എവിടെയെങ്കിലും ഒരു ടൂറിന് പോയാൽ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യമാണ്. 12 മണിക്ക് ശേഷം മദ്യം ഉപയോഗിക്കാത്തത് വളരെ കുറവായിരിക്കും ഇവിടെ. അങ്ങനെയാണ് അതൊരു കൾച്ചറിന്റെ ഭാഗമായി ഈ മദ്യം ഉൾപ്പെടുത്തുകയും അത് വേണമെന്ന് ശടിക്കുക. സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ മദ്യത്തിന്റെ ഉപയോഗം, ഇനി മദ്യം സ്ത്രീകളെ കുറച്ചുകൂടി മുഖ്യധാരയിലേക്ക്, നേരത്തെ മാധ്യമപ്രവർത്തകരിൽ സ്ത്രീകൾ വളരെ കുറവായിരുന്നു. സ്ത്രീകൾ ഈ ഫീൽഡിലേക്ക് വരികയും അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാവുകയും ചെയ്തിരുന്നില്ല. ഇപ്പോൾ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി വന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ചില സ്ത്രീകൾ ഇത് വളരെ കൃത്യമായി തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഈ മദ്യം ഉപയോഗിക്കുന്ന ഇടപാട് നിർത്തണം. സംസ്ഥാന കമ്മിറ്റിയിലെങ്കിലും ഒരു ദിവസം ഒരു കമ്മിറ്റിക്ക് വരുമ്പോൾ ഒരു 6-7 മണിക്കൂർ മദ്യം ഉപയോഗിക്കാൻ കഴിയില്ല. ആ ദിവസവും കുടിച്ച് കൂത്താടണം എന്ന് പറഞ്ഞതിന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയുന്ന കാര്യം തന്നെ. അപ്പോ അതുപോലും കഴിയാത്തവരാണ് ഈ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പ്രസംഗിക്കുന്നവരും ഈ ചാനൽ ഫ്ലോറിൽ ഇരുന്ന് ഘോരഘോരം വാദിക്കുന്നവരും ഒക്കെ സംഘടനയുടെ ഭാഗമാണെങ്കിലും അവർ സംഘടനാ പ്രവർത്തനത്തിലൊന്നുമില്ല. അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരുടെ പ്രശ്നവുമല്ല. അവരുടെ വയറ്റിപ്പഴപ്പും അവർ എങ്ങനെ അറിയപ്പെടുമെന്നതിനെ സംബന്ധിച്ചും അവർ ഈ PR കൊടുത്തുകൊണ്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ അവരുടെ ഭാഗങ്ങളൊക്കെ വെട്ടിയിടിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ പോകുന്നുവെന്നല്ലാതെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും അവർക്ക് ഇടപെടാൻ താല്പര്യമില്ല. അവർക്ക് അവരുടെ കാര്യങ്ങൾ എന്നുള്ളത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരാളും ഇന്നുവരെ അങ്ങനത്തെ ജനുവിനായ ഒരു കാര്യത്തിൽ ഇടപെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജനുവിനായ വിഷയങ്ങൾ ഇടപെടുന്ന ആൾക്കാരെ എത്രയും പെട്ടെന്ന് സംഘടനയ്ക്കും സ്ഥാപനത്തിനും പുറത്താക്കാനാണ് ഈ സംഘടനയ്ക്ക് സ്ഥാപനത്തിനും ഒക്കെ പുറത്താക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ താല്പര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് മാധ്യമപ്രവർത്തകരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. കാരണം സ്വന്തം പ്രശ്നങ്ങൾ മൂടി വെച്ചുകൊണ്ട് ഉള്ളിലൊരു കനലെരിയുമ്പോഴും പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ വാദിക്കാൻ കഴിയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. അതാണ് അവരിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം. കാരണം ശമ്പളമില്ലാത്ത പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ശമ്പളമില്ലാത്ത എത്രയോ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കൃത്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട്, ഈ പുരുഷന്മാരുടെ ആധിപത്യത്തിനിടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരുണ്ട്.
ഇങ്ങനെയുള്ള ഇപ്പോ ഈ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ബഹളം വെക്കുന്ന പലരും എന്തുകൊണ്ടാണ് പല സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടി വരികയും ആ സ്ഥാപനങ്ങളിൽ പുറത്തു വന്നു കഴിഞ്ഞ് എങ്ങനെയാണ് ആ പല സ്ഥാപനങ്ങളും കയറി പറ്റുന്നതെന്നൊക്കെ നമുക്കറിയാം. ഈ ആരോപണ വിധേയരായിട്ടുള്ളവരെ ഇരകൾക്കാണ് പലപ്പോഴും പുറത്തു പോകേണ്ടി വരുന്നത് മാധ്യമപ്രവർത്തന രംഗത്ത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. ആരോപണ വിധേയരായവരെ സംരക്ഷിച്ചാലും ഇരകളെയോ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറയുന്നവരെയോ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നവരെയോ ഒന്നും അവർ സംരക്ഷിക്കാറില്ല. ആ കാര്യത്തിൽ മാധ്യമപ്രവർത്തനം അതെല്ലാ മാധ്യമങ്ങൾക്കും അതിൽ ഒരേ ഒരു സ്വരമാണുള്ളത്. എല്ലാ മാധ്യമങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും സ്ഥാപനത്തിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ സ്ഥാപനവും ആ ആളെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഒരിക്കലും അത് ഏത് മാധ്യമ സ്ഥാപനം, ഇടതാണെങ്കിലും വലതാണെങ്കിലും ഏത് മാധ്യമ സ്ഥാപനമാണെങ്കിലും അത്തരത്തിൽ കൂടെ നിൽക്കുന്നവരെ കൂട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനുവിനായ പ്രശ്നം ഉന്നയിക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനൊന്നും ശ്രമിക്കാറില്ല. അക്കാര്യത്തിൽ അവർക്കെല്ലാം ഏക സ്വരമാണുള്ളത്. ഇപ്പൊ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു സിനിമാക്കാർക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുകയാണ്. അവർ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുമുള്ള മേഖല തന്നെയാണ് മാധ്യമപ്രവർത്തനങ്ങൾ. അതിൽ ആകെ വ്യത്യാസം ഈ മുറിയിൽ കതവിന് കൊട്ടുന്നു എന്നൊക്കെ പറയുന്നതാണ്. അവിടെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പ്രതികരണശേഷി കൂടുതലുള്ളവരായിരിക്കും മാധ്യമപ്രവർത്തകരായി വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ കുറച്ചുകൂടി പ്രതികരണശേഷിയോ അല്ലെങ്കിൽ സമൂഹത്തിനോട് ഒരു ബാധ്യതയുള്ളവരോ സമൂഹത്തിന് ചിന്തയുള്ളവരൊക്കെയാണ് സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരിക. വന്നു കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ സ്വാർത്ഥരായാലും അവരവനെ രക്ഷിക്കാൻ അവനവന് കഴിവുള്ളവരാണ് എന്നൊരു പൊതുവിലൊരു ധാരണയാണ് എനിക്കുള്ളത്. കാരണം കുറച്ചുപേരെങ്കിലും അതിനെതിരെ പ്രതികരിക്കാനൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോലി, പല ഘടകങ്ങൾ, കുടുംബം, ഏതെങ്കിലും ഒരു ഹൗസിംഗ് ലോണും ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോയി കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയില്ല. പിന്നെ അല്ലെങ്കിൽ എന്തും കൽപ്പിക്കുന്നവരായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എന്നെ ഏത് സ്ഥാപനം പിരിച്ചു വിട്ടാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കപ്പലിന്റെ കച്ചവടം ചെയ്താലും ജീവിക്കുമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ജീവിക്കാനുള്ള ആർജവം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെ പോയാലും വലിയ പരാജയമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പണിയെടുക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ വിഷയത്തിൽ പേടിയില്ല. അങ്ങനെ മാത്രമല്ല ഞാൻ കൊണ്ടുവന്നിട്ട് കഴിയേണ്ട ഒരു കുടുംബമല്ല എനിക്ക് നേരത്തെ പണ്ട് മുതലേ ഉള്ളത്. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ജീവിതത്തിൽ അത് പക്ഷേ അതുകൊണ്ടായിരിക്കാം എനിക്കിത് തുറന്നു പറയാനുള്ള ആർജവും ഈ കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം. പലപ്പോഴും പലർക്കും അങ്ങനെ ഉണ്ടാവാറില്ല. സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. സ്ത്രീകളെ ആയാലും പുരുഷന്മാരെ ആയാലും പലപ്പോഴും അവരുടെ കുടുംബത്തിൽ ജീവിക്കേണ്ട സാഹചര്യം, പിന്നെ വളരെ ചെറിയ വരുമാനം, ഈ സിനിമാക്കാർക്ക് കിട്ടുന്ന പോലെ ഗ്ലാമർ എന്നുമുള്ള ഒരു മേഖലയല്ല. ഈ കുറച്ചൊക്കെ പത്രക്കാരാണെന്നൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ കിട്ടുമെങ്കിലും വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയൊന്നുമല്ല. നമുക്കറിയാം ശമ്പളത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇവിടെ നിൽക്കുന്ന ഒന്നോ രണ്ടോ ഇപ്പൊ നമുക്കറിയാം ന്യൂസ് 80 പോലുള്ള സ്ഥാപനങ്ങൾ വന്ന ശേഷമാണ് പലരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ മുതിർന്ന കൂടുതൽ മുകളിലേക്ക് എത്തുന്ന ആൾക്കാർക്ക് മാത്രമാണ് നല്ല ശമ്പളം കിട്ടുന്നത്. മനോരമ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ മാത്രമാണ് ശമ്പളം കിട്ടുന്നത്. ബാക്കിയുള്ള ചെറുകിട മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സത്യത്തിൽ നല്ല വേതനം പോലുമില്ല. അവിടെ വലിയ രീതിയിലുള്ള പിന്നെ പുരുഷന്മാർക്ക് കിട്ടുന്ന വേതനം സ്ത്രീകൾക്ക് കിട്ടാറില്ല. അത് മാധ്യമപ്രവർത്തന രംഗത്തുമില്ല. രണ്ടുപേരും ചെയ്യുന്ന പണിയൊന്നും തന്നെ. റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന ഒരാൾ ഏത് അർദ്ധരാത്രിയിലും ഇറങ്ങി പുറപ്പെടാം. ഞാനൊക്കെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ ഏത് അർദ്ധരാത്രിക്ക് എവിടെ പറഞ്ഞാലും പോകുന്ന ആൾക്കാരായിരുന്നു. വിളിച്ചത് ഇപ്പൊ കോയമ്പത്തൂർ പൊക്കോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത സെക്കൻഡിൽ കോയമ്പത്തൂരാണ്, അടുത്ത പിന്നെ മധുരയ്ക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ മധുരയ്ക്കാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ ഒരു ബാക്കപ്പ് ഇല്ലെങ്കിലും ജോലി എടുക്കുന്നത് പുരുഷനും സ്ത്രീയും ഒരേ രീതിയിലുള്ള മേഖല തന്നെയാണ് ഈ പത്രപ്രവർത്തന രംഗവും. അവിടെയും ഇതുപോലെ തന്നെയാണ്. തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം, അതുപോലെ തിരിച്ചു പോകുന്ന സമയത്തൊക്കെ ചിലർക്ക് വണ്ടി ഇടപാട് ചെയ്യാറുണ്ട് ഇപ്പോ. പക്ഷേ എങ്കിലും തൊഴിൽ മേഖലയുടെ സുരക്ഷിതത്വമായാലും റോഡിൽ പോകുമ്പോൾ നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ പെൺകുട്ടികൾ കുറച്ച് ധൈര്യശാലികളൊക്കെ ആയതുകൊണ്ട് സ്വന്തം വണ്ടിയൊക്കെ ഓടിച്ചു വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ താരതമ്യേന ഈ മാധ്യമപ്രവർത്തന മേഖലയിൽ കുറയുന്നത്. അപ്പോഴും ഞാൻ പറയുന്നു ഒരു കാര്യമുണ്ട്, ഈ മാധ്യമപ്രവർത്തകര് ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനം സമൂഹത്തിന്റെ സ്വത്താണ് മാധ്യമപ്രവർത്തകർ എന്ന് എങ്കിലും ചിന്തിക്കണം. പലപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ചെറു വിളിക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുമ്പോഴും വീട്ടിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം കഞ്ഞി വെക്കാൻ അരിയുണ്ടോ എന്ന് പോലും ചിന്തിക്കുന്ന ചില മാധ്യമപ്രവർത്തകരെ എനിക്കറിയാം. അത്തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരെ എനിക്കറിയാം. പക്ഷേ പൊതുവിൽ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു അപജയം ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അത് എല്ലാ മേഖലയിലും ഉണ്ടായ അപജയം മാധ്യമപ്രവർത്തന മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അത് ഉള്ളപ്പോൾ പോലും സമൂഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ സിനിമാക്കാർക്കൊക്കെ വേണ്ടി വളരെ 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 പ്രശ്നത്തിൽ അകപ്പെട്ട് പോയ സിനിമാക്കാർക്ക് വേണ്ടിയൊക്കെ അവർ വാദിക്കുന്നുണ്ട്. അത് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ സർക്കാരിന് ഒന്നും മാധ്യമപ്രവർത്തന മേഖലയാണെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മേഖലയിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് സർക്കാരിനുള്ളത്. അല്ലെങ്കിൽ സർക്കാർ ഒരു കൃത്യമായ നയരൂപീകരണം നടത്തണം. ആ നയരൂപീകരണം നടത്താൻ ഇപ്പൊ UP-യിൽ യോഗി ചെയ്തതുപോലൊന്നും ചെയ്യാനുള്ള ഒരു ഗട്സുള്ള സർക്കാർ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിലും എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായത്. കിളിരൂർ കേസുണ്ടായ സമയത്ത് കയ്യാമം വെച്ചുകൊണ്ട് അവിടുത്തെ പിന്നെ അവരുടെ പ്രതികളെ കയ്യാമം വെക്കുമെന്ന് പറഞ്ഞ VS അടക്കമുള്ള
എന്നുള്ളവർ എവിടെ പോയി, ഈ നിലപാടിൽ നിന്ന് എങ്ങനെയാണ് മാറ്റം വന്നത്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നും ചെയ്യാൻ ഒന്നും കഴിയില്ല. നമുക്കിങ്ങനെ കുറച്ചു കാലം ചാനലുകൾക്ക് റേറ്റിംഗ് ഉയർത്താനുള്ള ഒരു വിഷയത്തിനപ്പുറം ഈ വിഷയങ്ങളൊന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് എന്ന് തന്നെയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയും. ആരും ആക്രമിക്കാതെയും ആരും ഉപദ്രവിക്കാതെയും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യം തന്നെയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെ നന്ദി മാം പ്രതികരിച്ചതിന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.